This is Saiha Info with another exciting opportunity for those who are looking for a 6-month or 1-year research training program. The opportunity is provided by RCB അഥവാ റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി. സോ ലൈഫ് സയൻസ് ഏരിയയിലുള്ള ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ UG ഓർ PG ഡിഗ്രി ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്ററിൽ വരുന്ന ഡെസർട്ടേഷൻ ഓർ പ്രോജക്റ്റ് വർക്ക്. സോ നമ്മുടെ രാജ്യത്തുള്ള പ്രീമിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പ്രസ്റ്റീജിയസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള RGCB, RCB, CSIR ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ ഇത്തരത്തിൽ നമുക്ക് പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ RGCBയിലെ ചില ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കറൻ്റ്ലി ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് RCB അഥവാ റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഈ 6 month ഓർ 1 year റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാം. സോ ഇത് ഫൈനൽ ഇയർ UG സ്റ്റുഡൻസ് അതോ അല്ലെങ്കിൽ ഫൈനൽ സെമസ്റ്റർ MSc സ്റ്റുഡൻസിന് എയിം ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബയോടെക്നോളജി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നാണ് അവർ അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ കറൻ്റ്ലി ഓൺഗോയിങ് ആണ് എന്ന് RCBയുടെ ഒഫീഷ്യൽ വെബ് ഹാൻഡിൽ അവർ ഇൻഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഓപ്പൺ ആയിട്ട് അവർ അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഡേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് April 30 ഈസ് ദ ലാസ്റ്റ് ഡേറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ അപ്ലിക്കേഷൻ. ദെൻ അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് ഇവരുടെ വെബ് ഹാൻഡിൽ ഇവരുടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്, ദാറ്റ് വിൽ ഡിസ്കസ് ലേറ്റർ. സോ ഈ ഒരു ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് കാണിക്കുന്നത്. ദെൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം സ്ട്രക്ചർ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ് ആൻഡ് എലിജിബിലിറ്റി, ഫീസ്, ഫെലോഷിപ്പ്, ദെൻ അക്കാദമിക് കലണ്ടർ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവർക്ക് 2 സെഷനാണുള്ളത്, മൺസൂൺ സെഷൻ ആസ് വെൽ ആസ് ഓട്ടം സെഷൻ. മൺസൂൺ സെഷനിലോട്ടാണ് കറൻ്റ്ലി ആപ്ലിക്കേഷൻ അവർ വിളിച്ചിട്ടുള്ളത്. അഥവാ നിങ്ങൾ അപ്ലൈ ചെയ്ത് സെലക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ജൂലൈ ഓർ ആഗസ്റ്റ് മന്ത്സിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ദെൻ പ്രോഗ്രാം സ്ട്രക്ചർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാം സ്ട്രക്ചറിൽ അവർ പറഞ്ഞിട്ടുണ്ട് 6 month അല്ലെങ്കിൽ 1 year റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാമാണ്. സോ നമ്മൾ സെലക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ RCBയിലെ വൺ ഓഫ് ദ ഫാക്കൽറ്റി ആയിരിക്കും നമ്മളെ മെൻറ്റർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് പ്രോജക്റ്റ് മാത്രമല്ല, നോട്ട് ഓൺലി ദാറ്റ് ബട്ട് ഓൾസോ അതർ കൊളാബറേഷൻ വർക്ക്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് കൊളാബറേഷൻ, ടീം വർക്ക്, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീൽഡ്സിലും അവർ ട്രെയിൻ ചെയ്തെടുക്കും എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 6 month കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ 1 year പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ റെഗുലറായിട്ട് ലാബിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ ഫീസ് ആൻഡ് ഫെലോഷിപ്സ് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാമിന് അവർ ഫീസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ ദിസ് ഈസ് എ ഫ്രീ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഓൾസോ ദർ ഇസ് നോ ഫെലോഷിപ്സ്. സോ ഫ്രീ ഓപ്പർച്യൂണിറ്റിയാണ്, അതുപോലെ തന്നെ ഫെലോഷിപ്പും നമുക്ക് അവൈലബിൾ അല്ല. സോ നമ്മൾ സെലക്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കോമഡേഷൻ, ട്രാവൽ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ റെസ്പോൺസിബിൾ ആയിരിക്കും അതിനെല്ലാം. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ദെൻ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഇവരിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനുള്ള ഒരു ലിങ്ക് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ പർട്ടിക്കുലർ ലിങ്ക്. സോ ഇവിടെ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിൾ ഫോമാണ് അവൈലബിൾ ആവുക. സോ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഗൂഗിൾ ഫോമിൽ ആദ്യം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. സോ അതിന് ശേഷം നമുക്കവിടെ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് സെഷൻ ഉണ്ട്. സോ അവിടെ നിങ്ങളുടെ 3 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം ആസ് എ സിംഗിൾ PDF. സോ നിങ്ങളുടെ CV, അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV, അതുപോലെ തന്നെ നിങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ HODയുടെ ഫോർവേഡ് ഓർ റെക്കമെൻഡേഷൻ ലെറ്റർ, ആൻഡ് ദെൻ നിങ്ങൾ ഒരു 750 വേർഡ്സിൽ കവിയാത്ത ഒരു SOP ഫോർ ദ റിസർച്ച് ഇൻട്രസ്റ്റ് ദാറ്റ് യു ആർ പ്രൂവിങ്. സോ നിങ്ങളുടെ റിസർച്ച് ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു SOP 750 വേർഡിൽ കവിയാത്ത. സോ ഈ 3 ഡോക്യുമെൻറ്റ്സ്, CV, റെക്കമെൻഡേഷൻ ലെറ്റർ, SOP, ഇത് 3ഉം കൂടി ഒരു സിംഗിൾ PDF ആക്കി മാറ്റിയിട്ട് ആ ഗൂഗിൾ ഫോമിൻ്റെ അടിയിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. സോ അതാണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. സോ ആപ്ലിക്കേഷൻ പ്രൊസീജിയറും വളരെ സിമ്പിളാണ്. സോ ഇത്രയാണ് ഈ RCB അഥവാ റീജിയണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന 6 month ഓർ 1 year റിസർച്ച് ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ രാജ്യത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രസ്റ്റീജിയസ് ആൻഡ് പ്രീമിയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് RCB, എസ്പെഷ്യലി ഫോർ ലൈഫ് സയൻസ് ഓർ ബയോടെക്നോളജി കോഴ്സസ് പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിനും, അതുപോലെ തന്നെ അതിലൊരു
കാരിയർ എയിം ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ ഇവിടുന്നൊരു പ്രോജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിന് അതിൻ്റേതായ വാല്യൂ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക, കാരണം April 13th ആണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി ഹെൽപ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് stay tuned for more updates and subscribe our channel. Thank you for watching.